ഹായ് ആദിലയാണ്. ഞാനിപ്പോൾ മെഡിക്കൽ എലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞത് എനിക്കറിയാം. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ചെറുതായിട്ടും ഓർമ്മപ്പെടുത്തി. ഞാൻ ഇൻസ്റ്റയൊക്കെ ഗോത്രൂ ചെയ്യുമ്പോൾ കുറെ പിന്നെ DM ഒക്കെ കണ്ടു. അതുപോലെ തന്നെ ആ പോസ്റ്റും കാര്യങ്ങളും എഡിറ്റ്സ് ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കാൻ തോന്നും. അനുമോൾ എന്ന് പറഞ്ഞ ആള് ഡ്രാമയുടെ ആശാത്തിയാണ്. കാരണം ഏതൊരു സിറ്റുവേഷൻ വന്നാലും അവിടെ പ്രേക്ഷകർക്ക് എന്ത് പിടിക്കും, പ്രേക്ഷകർക്ക് എന്ത് പിടിക്കില്ല എന്ന് നോക്കിയിട്ട് കറക്റ്റ് അവിടെ ഒരു റെസ്പോൺസ് കൊടുത്ത് ഒരു പക്ക ഒരു ആർട്ടിസ്റ്റ്. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ, എന്ത് ചെയ്യാനാ? അതെന്റെ തൊലിയുമായിട്ട് ഈ ആക്സെപ്റ്റൻസും ഈ സ്നേഹവും എന്താ പറയാ, ഈ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബട്ട് കിട്ടി നിങ്ങളുടെ അടുത്തുനിന്ന്. ഐ എം സോ ഗ്ലാഡ്, ഐ എം സോ നീ വിഷമിക്കാണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ഹാപ്പി. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നൂറ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളുണ്ട്. ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ അവർക്ക് ഫൈനൽ ഫൈവിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്കും അറിയാം, നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഫൈനൽ ഫൈവിൽ എത്തണമെന്ന്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. കാരണം 5 പേരെ പോകത്തുള്ളൂ, ഇനി 6 പേര് ഹൗസിൽ ബാക്കിയുണ്ട്. സോ ആരും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം വോട്ട് ചെയ്യാം. നമുക്കപ്പോൾ നൂറിനെ ഫൈനൽ ഫൈവില് 1 of the 5 members ആയിട്ട് നമുക്ക് കാണണ്ടേ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.